തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ UDF വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. പരമാവധി കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കാണുകയാണ് ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന അദ്ദേഹം. ഏറെക്കാലമായി തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊയ്യം ജനാർദ്ദനന് ഒട്ടുമിക്ക ആളുകളുമായും നല്ല ബന്ധമുണ്ട്. KC വേണുഗോപാൽ വരെ അഭ്യർത്ഥിച്ചിട്ടും മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിന് അദ്ദേഹത്തിന് കാരണവുമുണ്ട്. പെട്ടെന്നൊരു നാൾ CPM വിട്ടുവന്ന TK ഗോവിന്ദനെ UDF പിന്തുണച്ചതിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാവായ കൊയ്യം ജനാർദ്ദനനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. കോൺഗ്രസിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ് പോരാട്ടമെന്നും യഥാർത്ഥ കോൺഗ്രസുകാരുടെ പ്രതിനിധിയാണ് താനെന്നും കൊയ്യം ജനാർദ്ദനൻ വ്യക്തമാക്കുന്നു. അതിനിടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. തന്നോടൊപ്പമുള്ള സാധാരണ പ്രവർത്തകർക്കൊപ്പം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് കൊയ്യം ജനാർദ്ദനൻ. ഞാൻ തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അന്നും ഇന്നും എന്നും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 28-ാം തീയതി മലപ്പട്ടത്തു നിന്നാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ആരംഭിച്ചത്. അന്ന് മുഴുവൻ ഞാൻ മലപ്പട്ടം പഞ്ചായത്തിലായിരുന്നു. നിങ്ങൾക്കറിയാം, ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മാല ചാർത്താൻ പോയപ്പോഴുണ്ടായ എന്നെ സമ്മതിക്കാത്ത ഒരു വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ മലപ്പട്ടം പഞ്ചായത്തിൽ അന്ന് മുഴുവൻ സ്ഥലത്തും എല്ലാ ബൂത്തുകളിലും ഞാൻ സന്ദർശിച്ചപ്പോൾ, അവിടെ പര്യടനം നടത്തിയപ്പോൾ, എല്ലാവരെയും വോട്ടർമാരെയും മിക്ക ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എല്ലാവരും എനിക്ക് വളരെ അനുകൂലമായ ഒരു സപ്പോർട്ട്, പിന്തുണ എനിക്ക് വോട്ടർമാരുടെ ഇടയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലായിരുന്നു എൻ്റെ പരിപാടി. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഞാൻ പോവുകയുണ്ടായി. അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഒരനുഭവങ്ങൾ വളരെ സന്തോഷം നൽകുന്നതാണ്. മുഴുവൻ ആളുകളും നിങ്ങളെടുത്ത ഒരു നിലപാടാണ് ശരി എന്ന് പറയുന്നവരാണ് മിക്ക വോട്ടർമാരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും എനിക്ക് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ കുറുമാത്തൂർ പഞ്ചായത്തിലാണ് എൻ്റെ പര്യടന പരിപാടി നടത്തിയത്. അവിടെയും ജനങ്ങൾ വളരെ ആവേശത്തോടെയാണ് എന്നെ സ്വീകരിച്ചത്. അവർ പറയുന്ന വാക്കുകൾ, ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്ന് ആ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് വളരെ നന്നായി. അപൂർവം ആളുകൾ കാണിക്കുന്ന ഒരു ധൈര്യമാണ് നിങ്ങൾ കാണിച്ചത് എന്ന് എന്നോട് വോട്ടർമാർ പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന വാക്കുകളാണ് കുറുമാത്തൂരിലും കിട്ടിയത്. ഇന്ന് ഞാൻ പരിയാരം പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ആണുള്ളത്. വോട്ടർമാർ വളരെ സന്തോഷത്തോടെ, ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആണ് നമ്മുടെ വോട്ടർമാരുടെ ഒരു സമീപനം ഉണ്ടായത്. അതുകൊണ്ട് ഇനി വരുന്ന 5-ാം തീയതി വരെ ഞാൻ എല്ലാ പഞ്ചായത്തിലെയും പര്യടനത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടർമാരെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ, ടെലിവിഷൻ ചിഹ്നത്തിൽ വോട്ട് ചെയ്യും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.